കിട്ടിയാൽ ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ഇതുവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നവരാണ്. എനിക്ക് എന്ത് സപ്പോർട്ട് കുറേ നെഗറ്റീവ്. രേണുസുതിയുടെ കല്യാണമാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ മെയിൻ ചർച്ചാ വിഷയം. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എനിക്കൊരു കൂട്ട് വേണം, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അതിനെ ചൊല്ലി ഭയങ്കര തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആറാട്ടണ്ണൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് രേണുസുതിയെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആറാട്ടണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണുസുതി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആരെ കിട്ടിയാൽ ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല കല്യാണം കഴിക്കാൻ. ആറാട്ടെണ്ണൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് ഇപ്പൊ താല്പര്യമില്ലെങ്കിൽ എനിക്ക് മുന്നേ താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ് രേണുസുതി വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇനി രേണുസുതി വേറൊരാൾക്ക് റിപ്ലൈ കൊടുക്കുന്നത് കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അയ്യോ, ചങ്കോട്ടുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കളയില്ലേ. ആ സുതി എന്ന് പറയുന്ന വാൽ എടുത്തു കളഞ്ഞ പിന്നെ രേണുസുതി ഇല്ല. അത് സീക്രട്ട് ഏജന്റിന് അറിയത്തില്ലേ. അതുകൊണ്ട് തന്നെ ഈ കല്യാണം എന്ന് പറയുന്ന കാര്യം ഉടനെ ഒന്നും തീരുമാനമാകത്തില്ല. കൂടെ നിൽക്കുന്നവരെ കാലേ വാരുന്ന സ്വഭാവം ഈ സ്ത്രീക്ക് പണ്ടേ ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു സ്വഭാവം എടുത്തു കഴിഞ്ഞു. തനി നിറം കാണിക്കാതിരിക്കുവോ? ഈ പറയുമല്ലോ, പട്ടിയുടെ പാല് എത്ര കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞല്ലേ നിൽക്കൂ. നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ കണ്ണിന്റെ തോന്നല് അതെനിക്ക് പറയണം. അല്ല രേണു, ഇപ്പൊ ആ ഒരു ഇത് കണ്ടതിന് ശേഷം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്നവന്റെ കണ്ണിലെ കുരുവാണ്, അത് കാണുന്നവന്റെ കണ്ണിലെ സൗന്ദര്യമാണ്. അല്ല ഈ ബ്ലോഗർമാരെ വിടും, ബ്ലോഗർമാരെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ഇതുവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നവരാണ്. എനിക്ക് എന്ത് സപ്പോർട്ട്? കുറെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ആണ്, അത് സപ്പോർട്ടാണ്. എനിക്ക് മാസം കൊണ്ട് ഇവരാരും കൊണ്ട് പൈസ തരുന്നില്ല. അപ്പൊ പിന്നെ അവർ പറയുന്നത് എനിക്ക് അവർ പറയുന്ന അക്ഷരപ്രതി അനുസരിക്കുന്ന കാര്യം എനിക്കില്ല ചേച്ചി. സജീന എടുത്തെടുത്ത് പറയുന്നുണ്ട്, ബ്ലോഗേഴ്സിനെ മാറ്റി നിർത്താം. അവരുടെ കാര്യമല്ല പറയുന്നത്, ഇതുവരെ നിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ. അപ്പൊ പിന്നെ എന്ത് സപ്പോർട്ട് ചെയ്ത്? കുറച്ച് പോസിറ്റീവ് കമന്റ് ഇട്ടാണ് സപ്പോർട്ട്. എങ്ങനെ ഇരിക്കുന്നു? എന്തൊക്കെയാണ് തെറിവിളി. രേണുസുതിക്കെതിരെ ആര് വീഡിയോ ഇട്ടാലും അവിടെ വന്ന് തെറിവിളി കറക്റ്റായിട്ട് അങ്ങ് നടത്തും. ഇപ്പൊ അവരെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സജീന പെട്ട അവസ്ഥയായി ഇങ്ങനെ ഇരിപ്പുണ്ട്. സജീന എന്തായാലും നല്ല കറക്റ്റായിട്ട് ഞാൻ പറയാം, സജീനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ ഒരാൾക്ക് വേണ്ടി എത്ര പേരോടാണ് അവർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കേസ് വരെ സ്വന്തം പേരിലാക്കി കൊടുത്ത വ്യക്തിയാണ്. എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോയും കൂടി പങ്കുവെച്ചു. എന്ത്? മാനേജറുടെ കരീഷ്മ എൻ്റെ എല്ലാമാണ്, മാനേജർ മാത്രമല്ല എൻ്റെ സുഹൃത്താണ്, എൻ്റെ എല്ലാമാണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ രേണുസുതി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അത് മതിയല്ലോ സജീനയ്ക്ക് എന്ത് വിലയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് എന്ന് ആ ഒരൊറ്റ പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതെന്ന് പറയുന്നവര് കുറച്ച് ദിവസം മുന്നേ രേണുസുതിക്കെതിരെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ഈ എതിർക്കുന്നവരെയും എതിരെ പറയുന്നവരെയും ഒന്നും നമുക്ക് പിന്നെ ഇഷ്ടമല്ലല്ലോ. നല്ലതാവാൻ പറയുന്നവരൊന്നും നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീതു എൻ്റെ ഫ്രണ്ടേ അല്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ്. ഈ സജീന എന്ന് പറയുന്നത് കൂട്ടുകാരിയാണെന്ന് പറയുന്നെങ്കിലും ഇന്നലത്തെ ആ വീഡിയോ കണ്ടതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, രേണുസുതിയുടെ നേട്ടത്തിന് വേണ്ടി സജീനയെ കൊണ്ടു നടക്കുന്നു. അത്രേ ഉള്ളൂ. ഇതുപോലെ പ്രതികരിക്കാൻ ആരെങ്കിലും വേണമല്ലോ. കുറച്ച് സാമർഥ്യവും തൻ്റെ ഉള്ള ഒരാൾ തന്നെ രേണുസുതിക്ക് വേണം കാവലായിട്ട്. അപ്പൊ അങ്ങനെ മാത്രം ഒരു കാവൽക്കാരിയായിട്ട് മാത്രം ഈ സജീനെ കൂടെ നിർത്തിയിട്ടുള്ളത്. അത് ഇന്നലത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം സജീന പറയുന്നതിനൊന്നും ഇവർ പറയാൻ പോലും സമ്മതിപ്പിക്കുന്നില്ല. കൂടെ നിന്നവരെ കാലേ വാരി വീണ്ടും രേണുസുതി മാതൃകയായിരിക്കുകയാണ്. ഇടവും വലവും നിന്ന ചങ്ക കൂട്ടുകാരികളെ ഒരു നിമിഷം കൊണ്ട് തന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു രേണുസുതി. സജീനയോട് തന്നെ ഈ ഷെഫീനത്തെയൊക്കെ ആവുന്നത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവർ ചതിക്കും, ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്, നീ നല്ല കഴിവുള്ള ഒരാളാണ്, നിന്റെ കാര്യം നോക്കുന്നൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ കേൾക്കാൻ തയ്യാറല്ല. ഞാനും അവരായിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പോലും അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ചൊല്ലിക്കൊടു തല്ലിക്കൊടു തള്ളിക്കള. കാരണം ആദ്യം നമ്മൾ പറഞ്ഞു നോക്കും, പിന്നെ തല്ലി നോക്കും, പിന്നെന്താ തള്ളിക്കളയും. കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തള്ളിക്കളയും എന്ന് പറയുന്ന പോലെ ഇനി ഇവരുടെ വിഷയം അവരുടെ പാടായി എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അതാണ് നല്ലത്.